നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാറിൽ ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ചതിനെതിരെ വേദിയിൽ വെച്ച് തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സെക്കൻഡ് സെക്രട്ടറിയായ പൂജ കുമാരി ധാഗയാണ് തെറ്റായ നടപടിക്കെതിരെ വേദിയിൽ വെച്ച് തന്നെ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയത്. സാർക്ക് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സെമിനാറിനിടയിലായിരുന്നു നാടകീയമായ ഈ സംഭവങ്ങൾ. ഇന്ത്യയിലെ മുൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറായ അഹമ്മദ് തരീൻ കരീം സെമിനാറിൽ സംസാരിക്കുന്നതിനിടയിലാണ് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള തെറ്റായ ഭൂപടം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സദസ്സിലുണ്ടായിരുന്ന പൂജ കുമാരി ഇടപെടുകയായിരുന്നു. From Indian High Commission, the map of India depicted here is incorrect. Jammu and Kashmir is an integral part of India, and I think the map presented here is not correct. This map is for representational purposes. It does not project actual boundaries. I understand, sir, but the Jammu and Kashmir part is an integral part of India, and it is misrepresented here. So I just wanted to point out. And you are from India? I am Pooja Jha, Second Secretary, Indian High Commission. Point is noted. Thank you. എന്തായാലും ഇത് കേവലം ഒരു പ്രതീകമായ ഒരു ഭൂപടം മാത്രമാണെന്നും അന്താരാഷ്ട്ര അതിർത്തികളെ കൃത്യമായി കാണിക്കുന്നില്ലെന്നുമായിരുന്നു താരിഖ് കരീമിന്റെ മറുപടി. എന്നാൽ മുൻ ഹൈക്കമ്മീഷണറുടെ മറുപടിയിൽ തൃപ്തയാകാതെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ തന്റെ നിലപാട് കൂടുതൽ കർശനമായി വ്യക്തമാക്കി. വിഷയം പ്രതീകാത്മകമാണ് എന്ന് തനിക്ക് മനസ്സിലായെന്നും എങ്കിൽ പോലും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നിരിക്കെ ഇവിടെ അത് തെറ്റായ രീതിയിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നും പൂജ കുമാരി ആവർത്തിച്ചു. ഒരു ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ ഇക്കാര്യം ശക്തമായി ചൂണ്ടിക്കാണിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അവർ വ്യക്തമാക്കി. തുടർന്ന് താങ്കൾ ഇന്ത്യയിൽ എവിടെ നിന്നാണ് എന്ന് താരിഖ് കരീം ചോദിച്ചപ്പോൾ താൻ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സെക്കൻഡ് സെക്രട്ടറിയാണ് എന്ന് പൂജ കുമാരി തുറന്ന് പറയുകയായിരുന്നു. ഇതോടെ ഉദ്യോഗസ്ഥ ചൂണ്ടിക്കാട്ടിയ കാര്യം താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സെമിനാറിലെ അവതരണം തുടരുകയായിരുന്നു. അന്താരാഷ്ട്ര വേദിയിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നടപടിക്കെതിരെ ഉടനടി പ്രതികരിച്ച ഇന്ത്യൻ യുവ ഉദ്യോഗസ്ഥയുടെ നിലപാടിന് വലിയ കയ്യടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.